ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നിങ്ങളുടെ എല്ലാവരുടെയും സ്കൂളുകളിൽ പ്രാക്ടിക്കൽ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം എനിക്കറിയാം. സോ പ്രാക്ടിക്കൽ എക്സാം നന്നായി തന്നെ പെർഫോം ചെയ്യുക. ഒരു തെറ്റും നിങ്ങൾ വരുത്തരുത്. മികച്ച മാർക്ക് പ്രാക്ടിക്കലിനകത്ത് നിങ്ങൾ സ്കോർ ചെയ്യുക. തിയറിക്ക് കൊടുക്കുന്ന പ്രാധാന്യം പോലെ തന്നെ പ്രാക്ടിക്കൽസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉഷാറാക്കി മാറ്റുക. സോ അതിന്റെ കൂടെ തന്നെ തിയറി പോർഷൻസ് നിങ്ങൾ മറന്നു പോകരുത്. സോ ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. പക്ഷേ വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഏകദേശം 3 മാർക്കാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വെയിറ്റേജ് എന്ന് പറയുന്നത്. സോ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട NCERT ക്വസ്റ്റ്യൻസ് ആണ് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. 2 ചോദ്യങ്ങൾ മാത്രമേ നിങ്ങളെ കാത്തിരിപ്പുള്ളൂ. കാരണം അധികം ചോദ്യങ്ങളൊന്നും, അധികം വലപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ 2 പ്രധാനപ്പെട്ട ഈസിയസ്റ്റ് ആയ NCERTയിലുള്ള എക്സൈസ് ക്വസ്റ്റ്യൻസ് ആണ് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലൈവ് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നമ്മുടെ ലൈവ് കാണുക. ലൈവിന്റെ ലിങ്ക് ഞാൻ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലൈവ് കണ്ട് കോൺസെപ്റ്റ് എല്ലാം സെറ്റ് ആക്കിയതിനു ശേഷം മാത്രം ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒട്ടും ലേറ്റ് ആക്കാതെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. എല്ലാവരും ഉഷാറായി തന്നെ ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ വേണ്ടി തുടങ്ങാം. ഓക്കെ ഗൈസ്, സോ ആദ്യത്തെ ചോദ്യം ഏറ്റവും സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്കിന്റെ കാറ്റഗറിയിൽ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ആകെ 3 മാർക്ക് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ഉള്ളൂ. സോ 1 മാർക്കാണെങ്കിലും 2 മാർക്കാണെങ്കിലും അത് വിലപ്പെട്ടത് തന്നെയാണ്. ചാപ്റ്ററിന് ഉറപ്പിക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. സോ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിരുത്തി വായിക്കണം. The ground state energy level of hydrogen is -13.6 electron volt. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആ ഹൈഡ്രജന്റെ സ്പെക്ട്രം നമ്മൾ പഠിച്ചാണ്. സോ അതിനകത്ത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറഞ്ഞാൽ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എനർജി എന്നവർ നൽകിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദി സ്റ്റേറ്റ്? അഥവാ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ടോട്ടൽ എനർജി നമുക്ക് ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്. അത് -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈസിയാണ്, നിസാരമാണ്. ആ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. സോ ഗൈസ് ഒന്ന് ശ്രദ്ധിക്കുക, അറിയാത്തവർ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അഥവാ ടോട്ടൽ എനർജി നമുക്ക് അവർ നൽകിയിട്ടുണ്ട്. അത് എത്രയാണ്? അത് -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. മക്കളെ, ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയണം എന്നിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്നിന്റെ വാല്യൂ 1 ആണ്. അതുകൂടി നിങ്ങളൊന്ന് തിരിച്ചറിയേണ്ടതാണ്. നമുക്കിവിടെ ചോദ്യത്തിനകത്ത് ടോട്ടൽ എനർജിയാണ് നൽകിയിരിക്കുന്നത്. അത് -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുമാണ്. റിലേഷൻ ഓർമ്മയുണ്ടല്ലോ മക്കളെ. അഥവാ കൈനറ്റിക് എനർജി ഈക്വൽ ടു മൈനസ് ഓഫ് ടോട്ടൽ എനർജി ആണ്. അപ്പോൾ എന്ത് കിട്ടും? -13.6 എന്ന് കിട്ടും. സോ -13.6 എത്രയാണ് മക്കളെ? 13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ കൈനറ്റിക് എനർജി നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് 13.6 ഇലക്ട്രോൺ വോൾട്ട്. അതിന്റെ പോസിറ്റീവ് വാല്യൂ എടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ എളുപ്പ വഴി എന്താണ് മക്കളെ? പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു 2 ടൈംസ് ഓഫ് ടോട്ടൽ എനർജി ആണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു -13.6 എന്ന് വരും. ദാറ്റ് ഈസ് 27 -27.2 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുക. ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് 2 റിലേഷൻഷിപ്പ് ആണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ടോട്ടൽ എനർജി ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഓഫ് ടോട്ടൽ എനർജി ആണ്. സോ മൈനസ് ഓഫ് ടോട്ടൽ എനർജി ആയതുകൊണ്ടാണ് ആ മൈനസും പ്ലസ് ആയിട്ട് 13.6 ഇലക്ട്രോൺ വോൾട്ട് കിട്ടിയത്. പൊട്ടൻഷ്യൽ എനർജി ജസ്റ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ -27.2 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. കൃത്യമായിട്ട് ഈ ചോദ്യം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. NCERTയിലുള്ള ഒരു എക്സൈസ് ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു 2 മാർക്കിന്റെ ചോദ്യമാണ് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. ഇതുകൂടി നമ്മൾ പഠിച്ചാൽ മതി. NCERTയിലുള്ള എക്സൈസ് ഓറിയന്റഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ എല്ലാവരും ക്രാക്ക് ചെയ്താൽ മതിയാവും. ശ്രദ്ധിക്കണം മക്കളെ. The radius of innermost electron orbit of hydrogen atom is 5.3 × 10⁻⁻11 meter. ഇന്നർമോസ്റ്റ് ഓർബിറ്റ് അഥവാ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. സോ ആ പറയുന്ന ഇന്നർമോസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5.3 × 10⁻⁻11 ആണെന്ന് അവർ ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്. ഇന്നർമോസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് 5.3 × 10⁻⁻11 മീറ്റർ ആണെന്ന് ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേഡിയ ഓഫ് n = 2 ആൻഡ് n = 3? അഥവാ സെക്കൻഡ് ആൻഡ് തേർഡ് ഓർബിറ്റിന്റെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഈസിയാണ് കണ്ടുപിടിക്കാൻ. സോ അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് അറിയണം. ദാറ്റ് ഈസ് Rn = n²r1. ഇതാണ് ആ ഫോർമുല എന്ന് പറയുന്നത്. Rn = n²r1. Rn എന്ന് പറഞ്ഞാൽ nth ഓർബിറ്റിന്റെ റേഡിയസ്. n എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പ്രിൻസിപ്പൽ കോൺസ്റ്റന്റ് നമ്പർ ആണ്. ദാറ്റ് ഈസ് എത്രാമത്തെ ഓർബിറ്റിനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് n എന്ന് പറയുന്നത്. R1 എന്ന് പറഞ്ഞു വെച്ചാൽ ഇന്നർമോസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് ആണ്. അഥവാ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് ആണ് R1 എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കാം, ഈസിയാണ്. സോ സെക്കൻഡിനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. R2 = എന്നിന്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. 2² × R1 നമുക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് 5.3 × 10⁻⁻11 ആണ്. സോ R2 = 4 ×
5.3 ഇൻറ്റു 10⁻⁻11 കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മീറ്ററിൽ ഉത്തരം കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ട സിമ്പിൾ ക്വസ്റ്റ്യൻ. സിമിലർ വേ തേർഡ് ഓർബിറ്റിനെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് മക്കളെ. സോ R3 ഈക്വൽ ടു എന്നിന്റെ വാല്യൂ എന്ത് കൊടുക്കുക? 3 സ്ക്വയർ ഇൻറ്റു R1 എന്ന് വരും. സോ R3 ഈക്വൽ ടു 9 ഇൻറ്റു R1 എത്രയാടാ? 5.3 ഇൻറ്റു 10⁻11 ആണ്. സോ 5.3 ഇൻറ്റു 10⁻11. സോ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മീറ്ററിൽ ഉത്തരം കിട്ടും. ഏറ്റവും സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ, പഠിക്കേണ്ട ചോദ്യമാണ്. സോ ഇത്തരം ക്വസ്റ്റ്യൻസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. വലിയ കടുകട്ടി ചോദ്യങ്ങളൊന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായി തന്നെ പഠിക്കുക. പിന്നെ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ഓറിയന്റഡ് ആയ ചോദ്യവും ചിലപ്പോൾ പോസിബിലിറ്റി ഉണ്ട്. സോ ആ ഫോമിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. D ഈക്വൽ ടു 1/4πε0 2E ZE ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി. ഈ ഫോമിലൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇത് ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽ കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട്. കൂടുതലും വലിയ ന്യൂമറിക്കൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറില്ല. ഏറിപ്പോയാൽ ഇവയൊക്കെയാണ് ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ളത്. അടിപൊളിയായിട്ട് പഠിക്കുക. ഉഷാറായി എന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെ ആയെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ലവ് യു ഓൾ. ടാറ്റ.